ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ പുതിയ വീട്ടിൽ എത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായാണ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്ന് സോയാ ചങ്ക്സ് ആണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്, ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യണ പോലെ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള സോയ എടുത്തിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്കിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാലും മതി. അപ്പോൾ 1-2 മിനിറ്റ് ഇടുക. ഇതിപ്പോൾ ഇതിലൊന്ന് കിടന്ന് കുതിർന്ന് വരാനുള്ളൊരു സമയം കിട്ടും. ഇത് തണുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നതാണ്, അപ്പോൾ ഒന്ന് പിഴിഞ്ഞെടുക്കണം. തൽക്കാലം അത് തണുക്കട്ടെ, നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ അതേ പാൻ തന്നെയാണ് എടുക്കുന്നത്. അധികം പാത്രങ്ങൾ കഴുകാൻ കൂടണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ പാത്രം തന്നെ ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പം നിലവിൽ എല്ലാ കുക്കിങ്ങിലും വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുക് ഇടുകയാണ്. കടുക് പൊട്ടി എല്ലാം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അടുത്ത ഇടാൻ പോകുന്നത് സവാളയാണ്. മീഡിയം സൈസിലുള്ള 2 സവാളകൾ ചെറുതായിട്ട് അരിഞ്ഞ് ആണിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ 2-3 ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി വഴറ്റാനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് വഴറ്റി നല്ല രീതിക്കൊന്ന് ചേർത്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ സോയ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മോള് കളിക്കുന്നതാണ്. അപ്പോൾ അവൾ സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ മറ്റൊരു റൂമിൽ വന്നിരുന്നാണ് വോയിസ് കൊടുക്കുന്നത്. എന്നാലും ഞാനൊന്ന് പറയുകയാണ്, നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ള് പിഴിഞ്ഞെടുത്ത് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഉള്ളി ഇവിടെ വാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഏറെ ഇഞ്ചി ചേർത്താലും കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് ഞാൻ പുറത്ത് ഒരു ചെടി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചു. ആക്ച്വലി ഇത് ഞാൻ കിച്ചണിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനൊരു വാട്ടമുണ്ട്, വെയിലൊക്കെ നല്ല രീതിയിൽ കിട്ടാത്തതിൻ്റെ ആയിരിക്കും. അപ്പോൾ 2 ദിവസം വെയിൽ കൊള്ളാൻ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു വളരാനുള്ളൊരു ഹെൽപ്പാവും. അപ്പം നമ്മൾ ഇഞ്ചി ഇടുന്നത് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇഞ്ചി ഇട്ട് അതൊന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ടൊമാറ്റോ 2 ടൊമാറ്റോയും അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇടുന്നുണ്ട്. ഇത് എല്ലാം ഒന്നിനി വെന്തൊന്ന് വരണം. ഈ ഇഞ്ചിയുടെ കൂടെ വെളുത്തുള്ളി ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ വെളുത്തുള്ളി തീർന്നു പോയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ ഇതേ ഒരു സമയത്ത് തന്നെ വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് പൊടി ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും അതുപോലെ തന്നെ ശകലം കുരുമുളകും അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മസാല കൂട്ടുണ്ടല്ലോ അത് പൊടിച്ചതും കൂടെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന സോയയുടെ ആ ഒരു അളവിനെ ആശ്രയിച്ചിരിക്കും. നമുക്കിവിടെ അധികം എരിവ് വേണ്ട, കുഞ്ഞിനും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് അധികം എരിവ് ഇടാറില്ല. ഇപ്പോൾ പച്ചമുളകും കൂടി ഇട്ടപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാവും. അപ്പോൾ അതേ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിക്ക് അതിനോട് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ പൊടികൾ ഇത്രയും ഇട്ട് കൊടുക്കാം. ഒരു കുരുമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നല്ലതാണ്, അതുകൊണ്ടാണ് കുരുമുളകൊക്കെ ഇടുന്നത്. കുരുമുളകൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ, ഒരുപാട് എരിവ് വേണ്ടാന്നുള്ളവർക്ക്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൽ മാറുന്നിടം വരെ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ നന്നായിട്ട് കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് ചൂടാക്കി നല്ല ആ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോയ ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി ആ ഒരു മസാല എല്ലാ സോയയിലേക്കും ഒന്ന് പറ്റിച്ചിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ച് നല്ല ആവിയിലൊന്ന് വേവിക്കുന്നുണ്ട്. നമ്മൾ തക്കാളി വെച്ചപ്പോഴും ഞാനതുപോലെ തന്നെ അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രൂപയാണ് നമുക്ക് അതിനെ ഫ്രൈ ആക്കും തോറും ഇതിനേക്കാളും ഫ്രൈ ആക്കി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രൈയിൽ നിർത്തുകയാണ്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിനിടയ്ക്ക് ഞാൻ ക്ലീനിങ്ങും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കിച്ചണിലെ പരിപാടി കഴിയുമ്പോൾ നമ്മുടെ കിച്ചൺ ഭയങ്കര നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.